നമസ്കാരം. ഇന്ന് 2023 ജൂലൈ 4 ചൊവ്വാഴ്ച. എല്ലാവർക്കും ശുഭദിനം. ഞാൻ സോയ് പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല. ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തയിൽ മുൻനിര പത്രങ്ങളായ മനോരമയിലും മാതൃഭൂമിയിലും ദേശാഭിമാനിയിലും മംഗളത്തിലുമൊക്കെ നോക്കിയാൽ കിട്ടിയ വിശേഷങ്ങൾ മലയാള മനോരമയുടെ ഒന്നാമത്തെ പേജിൽ വളരെ വാർത്താ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നു. ഐസർ മലയാളി ഒന്നാമത്. ഐസറിൻ്റെ ബിരുദ പ്രവേശന പരീക്ഷയിൽ മലയാളി വിദ്യാർത്ഥി വിവേക് മേനോന് 1ാം റാങ്ക്. 240 മാർക്കും നേടിയ വിവേക് ഇടപ്പള്ളി സ്വദേശികളായ സുനിൽ മേനോൻ്റെയും പത്മ മേനോൻ്റെയും മകനാണ്. മാന്നാനം KE സ്കൂളിലായിരുന്നു +2 പഠനം. വടുതല ചിന്മയ വിദ്യാലയത്തിലെ ഗൗരി ബിനു 2ാം റാങ്ക് നേടിയിരിക്കുന്നു. ഡോക്ടർ ദമ്പതികളായ ബിനു ഉപേന്ദ്രൻ്റെയും സ്വപ്ന മോഹൻ്റെയും മകളാണ്. ഇനി ഇത് തന്നെ ഇന്നത്തെ മംഗളം പത്രത്തിൽ വളരെ വ്യക്തമായിട്ട് ഒരു വാർത്ത കൊടുത്തിരിക്കുന്നു. ഐസർ പരീക്ഷ വിവേക് മേനോൻ ഒന്നാമത്. ഐസറിലേക്കുള്ള പ്രവേശന പരീക്ഷയായ IIT-യിൽ ആദ്യമായി 240 മാർക്കും വാങ്ങി കേരളത്തിലെ വിവേക് മേനോൻ ദേശീയ തലത്തിൽ 1ാം റാങ്ക് നേടിയിരിക്കുന്നു. ആദ്യ 25 റാങ്കിനുള്ളിൽ 6 പേരും ആദ്യ 500 റാങ്കിനുള്ളിൽ 35 പേരും ആദ്യ 1000 റാങ്കിനുള്ളിൽ 80ഓളം വിദ്യാർത്ഥികളെ മുൻനിരയിലെത്തിക്കാൻ പാലാ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിന് സാധിച്ചു. ഇനി ഇന്നത്തെ മനോരമയുടെ വിദ്യാഭ്യാസം പേജിൽ കൊടുത്തിരിക്കുന്നു. പാലക്കാട് IIT-യിൽ 190 പേർക്ക് പ്ലേസ്മെൻറ്റ്. പാലക്കാട് IIT-യിലെ BTech, MTech, MSc വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെൻറ്റ് ഓഫർ ലഭിച്ചിരിക്കുന്നു. കൂടിയ വാർഷിക ശമ്പളം 46.15 ലക്ഷം രൂപ. വിവിധ ട്രേഡുകളിൽ 95% പാലക്കാട് IIT-യിലെ പ്ലേസ്മെൻറ്റ് ഓഫർ. വിദേശത്തു നിന്നുള്ള 160 കമ്പനികൾ ഉൾപ്പെടെ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിൽ ഇത്തവണ പങ്കെടുത്തു. വിവിധ ബ്രാഞ്ചുകളിലായി ആകെ 200 സീറ്റുകളാണ് BTech-ന് വേണ്ടി പാലക്കാട് IIT-യിലുള്ളത്. ഇനി വീണ്ടും മനോരമയുടെ വിദ്യാഭ്യാസം പേജിൽ മറ്റൊരു വാർത്ത. കീം ന്യൂനത പരിഹരിക്കാൻ ഈ മാസം 7 വരെ അവസരം. എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് അപേക്ഷയോടൊപ്പം സമർപ്പിച്ച ഫോട്ടോ, ഒപ്പ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റ്, നാഷണാലിറ്റി സർട്ടിഫിക്കറ്റ് എന്നിവയിൽ ന്യൂനതയുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ, ഫീസ് അടയ്ക്കാത്തവർക്ക് ഫീസ് അടയ്ക്കുവാനും ഈ മാസം 7 വൈകിട്ട് 4 മണി വരെ സമയമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് www.ce.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇനി മനോരമയുടെ തന്നെ വർത്തമാനം പേജിൽ മറ്റൊരു വാർത്ത കൊടുത്തിരിക്കുന്നു. ഐസർ ബ്രില്യൻറ്റിന് ആദ്യ 2 റാങ്കും. ഐസർ ബിരുദ പ്രവേശന പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ ആദ്യ 2 റാങ്ക് നേടി പാലാ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിന് മികച്ച നേട്ടം. മുഴുവൻ മാർക്ക് നേടി ചരിത്രത്തിലാദ്യമായി വിവേക് മേനോൻ 1ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നു. ഗൗരി ബിനുവിന് അഖിലേന്ത്യാ തലത്തിൽ 2ാം റാങ്കും ജയശിവരൂപിന് 6ാം റാങ്കുമുണ്ട്. ശ്രീനന്ദൻ 22ാം റാങ്കും പ്രഫുൽ കേശവദാസ് 24ാം റാങ്കും ആദിത്യൻ 25ാം റാങ്കും നേടി. ആദ്യ 25 റാങ്കുകൾ എടുത്താൽ 6 റാങ്കും പാലാ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലാണ് എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ആദ്യ 500 റാങ്കിൽ 35 പേരും 1000 റാങ്കിൽ 80ഓളം പേരും ബ്രില്യൻറ്റിൽ പഠിച്ചവരാണ് എന്ന് പത്രം പറയുന്നു. മാതൃഭൂമി പത്രത്തിൻ്റെ വാർത്താ പേജിൽ ഒരു വിക്ടറി സ്റ്റോറി കൊടുത്തിരിക്കുന്നു. വിജയത്തിൻ്റെ ബ്രില്യൻ ബ്രിഗേഡ് എന്ന വലിയ തലക്കെട്ടോടുകൂടി ബ്രില്യൻറ്റിൻ്റെ ഉത്ഭവം, വളർച്ച, വികാസം മുതലുള്ള ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 4 ഡയറക്ടേഴ്സിൻ്റെയും ഫോട്ടോ ഉൾപ്പെടെ ബ്രില്യൻറ്റിനെ പറ്റി നിങ്ങൾക്ക് അറിയേണ്ടതെല്ലാം വ്യക്തമാക്കിയിരിക്കുന്ന ഒരു വലിയ വിക്ടറി സ്റ്റോറിയാണ് ഇന്ന് പത്രത്തിൽ നൽകിയിരിക്കുന്നത്. വീണ്ടും ഇന്നത്തെ മാതൃഭൂമിയുടെ വിദ്യാഭ്യാസ രംഗത്തിൽ പറയുന്നു. നീറ്റ് UG 2023 പ്രവേശന സാധ്യതകൾ. നീറ്റ് UG 2023 അടിസ്ഥാനമാക്കിയുള്ള ദേശീയ സംസ്ഥാന പ്രവേശന നടപടികൾ താമസിയാതെ ആരംഭിക്കും. രാജ്യത്ത് 704 മെഡിക്കൽ കോളേജുകളിലായി 1,07,798 MBBS സീറ്റുകളാണുള്ളത്. ഏതാണ്ട് 11.46 ലക്ഷത്തിനടുത്ത് വിദ്യാർത്ഥികളാണ് ഇത്തവണ വിവിധ വിഭാഗങ്ങളായിട്ട് യോഗ്യത നേടിയിരിക്കുന്നത്. ലഭ്യമായ സീറ്റുകൾ പരിഗണിക്കുമ്പോൾ അതിൻ്റെ 10 ഇരട്ടിയിൽ കൂടുതൽ പേരാണ് യോഗ്യത നേടിയിരിക്കുന്നത്. അതിനാൽ ഇത്തവണ MBBS പ്രവേശനം കടുത്ത മത്സരം ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല.
ഈ വർഷം 318 കോളേജുകളിലായി 27,868 BDS സീറ്റുകളാണ് ഉള്ളത്. ഇവ കൂടാതെ വിവിധ കോളേജുകളിലെ ഫീസിൻ്റെ വിശദാംശങ്ങൾ, AFMCയിലെ ഓപ്ഷനുകൾ, കേരളത്തിൽ പ്രവേശനം നേടുന്നതിനാവശ്യമായ നടപടികൾ, MCC റെഗുലർ അലോട്ട്മെൻറ്റുകൾ തുടങ്ങിയ എല്ലാ വിശദമായ വിവരങ്ങളും ഇന്നത്തെ മാതൃഭൂമിയുടെ വിദ്യാഭ്യാസം പേജിൽ വളരെ വ്യക്തമായിട്ട് നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആ മാതൃഭൂമിയുടെ വിദ്യാഭ്യാസം പേജ് ഒന്ന് നേരിട്ട് വായിച്ചു നോക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി ദേശാഭിമാനി പത്രത്തിൽ നിന്നും നമുക്ക് കിട്ടിയ വാർത്ത, ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൻ്റെ എഡ്യൂട്രാക്ക് പേജിൽ വാർത്ത നൽകിയിരിക്കുന്നു. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല വിവിധ കോഴ്സുകളിൽ സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. ഇലക്ട്രോണിക്സ് വകുപ്പിൽ MSc ഇലക്ട്രോണിക്സ് ആൻഡ് സയൻസ് കോഴ്സിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ ജൂലൈ 7 രാവിലെ 10 വകുപ്പ് തല ഓഫീസിൽ നടക്കും. വിശദാംശങ്ങൾക്കായി www.admissions.cusat.ac.in. ഇനി നേരിട്ട് വിളിക്കേണ്ടവർക്ക് 0477-270-7500 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം പുതിയ വിശേഷങ്ങളും പുതിയ വിദ്യാഭ്യാസ വാർത്തകളുമായി നാളെ. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.